പി ശശിയും CM രവീന്ദ്രനും KK രാഗേഷും ക്ലിഫ് ഹൗസിൽ. വാർത്തയായതിൽ മാധ്യമങ്ങളെ പഴിച്ച് അസാധാരണ വിശദീകരണവുമായി ഓഫീസ്. സ്റ്റാഫ് അംഗങ്ങളെ കാണുന്നത് സാധാരണ നടപടി. DGPയും ക്ലിഫ് ഹൗസിലെത്തും. രൂപീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി അല്ലെന്ന് അൻവർ. സംഘടനയുടെ പേര് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള. മഞ്ചേരിയിലെ സമ്മേളനത്തിൽ തമിഴ്നാട് DMK പ്രതിനിധികൾ പങ്കെടുക്കും. നിയമസഭയിൽ അൻവറിന് ചോദിച്ച ഇരിപ്പിടം നൽകാനാവില്ലെന്ന് സ്പീക്കർ. ചതിവലയൊരുക്കി സൈബർ ലോകത്ത് നിരവധി റാക്കറ്റുകൾ. 3 വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്ന് തട്ടിയെടുത്തത് 10,000 കോടി രൂപ. സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന സംഘങ്ങൾ സുരക്ഷാ ഏജൻസികളുടെ പരിധിക്ക് പുറത്ത്. തിരുവനന്തപുരത്ത് തട്ടിപ്പുകാരെ തേടിയിറങ്ങിയ സച്ചിൻ ദേവിനെ കുറിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും വിവരമില്ല. വലയിൽ വീഴല്ലേ ന്യൂസ് 18 വാർത്താ പരമ്പര. സ്വർണം പൊട്ടിക്കലിൽ നിർണായക വെളിപ്പെടുത്തലുമായി ഗുണ്ടാ നേതാവ്. രാമനാട്ടുകര കേസിലെ ചരൽ ഫൈസലിന്റെ മൊഴിയിൽ ദുരൂഹത. സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്ന് പണം തട്ടാൻ ശ്രമം, സ്വർണ്ണക്കടത്തും പൊട്ടിക്കലും നടത്തിയിട്ടുണ്ടെന്ന് ഏറ്റുപറഞ്ഞ് ഗുണ്ടാ നേതാവ് ഔറംഗസേബ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ലെബനനിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. രാത്രിയും അതിശക്തമായ ബോംബാക്രമണം. 500ഓളം ഹിസ്ബുള്ള അനുയായികളെ വധിച്ചുവെന്ന് IDF. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് നാളെ 1 വർഷം. വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന്. പുരസ്കാരം കാട്ടൂർ കടവ് എന്ന നോവലിന്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങിയ അവാർഡ്. ശബരിമല തീർത്ഥാടനം പ്രതിസന്ധിയിലാകുമോ? ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് മാത്രം പ്രവേശനമെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ദേവസ്വം മന്ത്രി. ബുക്ക് ചെയ്യാതെ വരുന്നവരുടെ കാര്യത്തിൽ തീരുമാനം പിന്നീട്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരായ നടപടിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. DGP ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടി കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുക. അതേസമയം നാളെ സഭ സമ്മേളിക്കുന്നതിനാൽ അതിനു മുൻപ് നടപടി വേണമെന്ന ആവശ്യം മുന്നണിക്കുള്ളിൽ ശക്തമാണ്. അതേസമയം രാവിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി തുടങ്ങിയവർ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇത് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും നടന്നത് പതിവ് കൂടിക്കാഴ്ച മാത്രമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഈ കൂടിക്കാഴ്ച ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസമാണ്, ഓഫീസ് പ്രവർത്തിക്കാത്ത ദിവസമാണ്. സാധാരണയായി ഇത്തരം കൂടിക്കാഴ്ച ഉണ്ടാകാറുണ്ടോ? അസാധാരണത്വം ഇല്ല എന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം അത് കൃത്യമാണോ? മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറി, അതോടൊപ്പം CN രവീന്ദ്രൻ ഇവർ ഉൾപ്പെടെയുള്ളവരാണ് ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി രാവിലെ 10 മണി മുതൽ കൂടിക്കാഴ്ച നടത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാക്കിയ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയ സാഹചര്യമുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പരിശോധിക്കുമെന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ക്ലിഫ് ഹൗസിൽ വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ച വലിയ തരത്തിൽ വാർത്താ പ്രാധാന്യം പിടിച്ചുപറ്റിയത്. അതായത് ADGPക്കെതിരായ തുടർ നടപടികൾ എന്താവണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൂടിക്കാഴ്ചകൾ എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. പക്ഷേ 2-2.5 മണിക്കൂറിന് ശേഷം ഈ യോഗം അവസാനിച്ചു. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയത്. അതിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫുമായി ദൈനംദിന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടിക്കാഴ്ചകൾ നടത്താറുണ്ട്. സ്വാഭാവികമായി ക്ലിഫ് ഹൗസിൽ വെച്ച് സെക്രട്ടേറിയറ്റിലേക്ക് പോകാത്ത ദിവസം അത്തരം ചർച്ചകൾ നടക്കുന്നത് പതിവ് കാര്യവുമാണ്. അങ്ങനെയൊരു കൂടിക്കാഴ്ച മാത്രമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ
മാധ്യമ സൃഷ്ടി മാത്രമാണ്. അത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് ചേരുന്ന കാര്യമല്ല, മാധ്യമങ്ങളുടെ ധാർമ്മികതയ്ക്ക് ചേരുന്ന കാര്യമല്ല എന്ന രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സഭ അടുത്ത ദിവസം ചേരാനിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് കൈവശം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് MR അജിത് കുമാറിനെതിരായ തുടർ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കേണ്ടത് അനിവാര്യതയായി മാറും. കാരണം മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ CPI ഉൾപ്പെടെയുള്ള പ്രധാന കക്ഷികളെല്ലാം MR അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിനെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. അവിടെ ബിനോയ് വിശ്വത്തിന് തന്നെ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് ഈ റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി വിശദമായി പരിശോധിച്ചതിന് ശേഷം MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ നിർണായകമായ തീരുമാനം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് എപ്പോഴാണ് എന്ന കാര്യത്തിലാണ് അനിശ്ചിതത്വം തുടരുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കൂടിക്കാഴ്ച എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നതനുസരിച്ച് സാധാരണമാണ്. പക്ഷെ അപ്പോഴും ഒരു ത്രിതല അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ കാര്യമായ പരാമർശങ്ങൾ ഇല്ല, ചില ശുപാർശകൾ മാത്രമാണ് എന്നറിയുന്നു. അതിനപ്പുറത്ത് എന്ത് സംഭവിക്കുന്നുള്ളതാണ്. കാരണം സഭാ സമ്മേളനം പുരോഗമിക്കുകയാണ്, നാളെ സമ്മേളനമുണ്ട്. ഇന്നലെ വെള്ളിയാഴ്ച സമ്മേളനത്തിൽ കാര്യപരിപാടികൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ നാളെ അതായിരിക്കില്ല അവസ്ഥ. അതൊക്കെ സർക്കാർ മുൻകൂട്ടി കാണണമല്ലോ. ഡാൻ, PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു. സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്ന സ്വർണം അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പിടിച്ചെടുത്ത് വീതം വെക്കുന്ന നടപടികളാണ് നടന്നത്. അതിന് നേതൃത്വം നൽകിയത് ക്രമസമാധാന ചുമതലയുടെ ADGP MR അജിത് കുമാർ ആയിരുന്നുവെന്ന ഗുരുതരമായ ആരോപണമായിരുന്നു PV അൻവർ MLA പ്രധാനമായി ഉന്നയിച്ചത്. അതോടൊപ്പമാണ് മാമി തിരോധാനം ഉൾപ്പെടെയുള്ള കേസുകൾ അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. ഇതിലൊക്കെ നേരിട്ട് MR അജിത് കുമാറിന് പങ്കുണ്ടെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. പക്ഷെ നമ്മൾ നോക്കിക്കാണേണ്ടത് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളാണ്. പ്രധാനമായി MR അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടമായി മാറുക, പ്രസക്തമായി മാറുക തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും അതോടൊപ്പം RSS നേതാക്കളുമായി MR അജിത് കുമാർ നടത്തിയ രഹസ്യമായ കൂടിക്കാഴ്ചയുമായിരിക്കും. സ്വാഭാവികമായി CPI അടക്കമുള്ള കക്ഷികൾ പ്രധാനപ്പെട്ട വിമർശനവുമായി രംഗത്ത് വന്ന പശ്ചാത്തലവും അതുതന്നെയായിരുന്നു. അതായത് ഇടത് സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായ ഒരു നടപടിയാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് വെച്ചുപൊറിപ്പിക്കാനാവില്ല എന്ന നിലപാടിലായിരുന്നു CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ. സ്വാഭാവികമായി ത്രിതല തരത്തിലുള്ള അന്വേഷണം പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വീഴ്ചകൾ അടക്കം വിശദമായി പരിശോധിക്കുന്നതിനാണ്. അവിടെ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ മാത്രമല്ല പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം അത്ര പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് കൈമാറുക എന്ന് പറയുന്നത് വലിയ തരത്തിൽ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാം, അതോടൊപ്പം ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷ്, അതോടൊപ്പം പൂരം കലക്കലുമായി ബന്ധപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബ്, ഇവർ 3 പേരും ഈ വിഷയങ്ങളിൽ അന്വേഷണം നടത്തുന്നത്. പാരലലായിട്ടുള്ള അന്വേഷണം ഈ 3 ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങൾ സഭയിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അവിടെ പ്രതിപക്ഷം സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിക്കാൻ പോകുന്ന രൂക്ഷമായ ആക്ഷേപങ്ങൾക്ക് മറുപടി എന്നോണം പ്രതിരോധം തീർക്കുക എന്നവണ്ണമാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു നിലപാടിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ വിരൽ ചൂണ്ടപ്പെടുന്നത്. തീർച്ചയായും അങ്ങനെയാണ് സാഹചര്യം. ഏതായാലും കാത്തിരുന്ന് കാണണം. പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് ക്ലിഫ് ഹൗസിൽ. പക്ഷേ അതൊന്നും അസാധാരണത്വമുള്ളതല്ല, സാധാരണമാണ് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഈ വിഷയത്തിൽ സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ അകപ്പെട്ട ഒരു പ്രതിസന്ധിയുണ്ട്. അതെങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവർത്തിച്ച് PV അൻവർ. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ താൻ നൽകിയ പരാതി മാത്രം മതി അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ. ADGPയെ ഇപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നും ADGP മുഖ്യമന്ത്രിയുടെ സീമന്തപുത്രനാണെന്നും അൻവർ പരിഹസിച്ചു. P ശശിക്കെതിരായി നൽകിയ പരാതി സഖാക്കളും പൊതുസമൂഹവും പരിശോധിക്കട്ടെ. പശ്ചിമബംഗാളിലെ അവസ്ഥയിലേക്കാണ് CPM പോകുന്നതെന്നും അൻവർ വിമർശിച്ചു. അദ്ദേഹത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്താക്കണം, സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഷന് വിധേയമാക്കിയിട്ട് വേണം അദ്ദേഹത്തിനെ കുറിച്ച് ഇനിയുള്ള ഫർദർ അന്വേഷണം നടത്താൻ. ആ റിപ്പോർട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2024 ഏറ്റവും വലിയ തമാശയാണ്. ADGP അജിത് കുമാർ സ്വർണം കടത്തിയാൽ വകുപ്പിൽ കേസ് തന്നെയല്ല, പൂരം കലക്കിയാൽ കേസില്ല. അവർക്ക് ആവശ്യമായ കേരളത്തിലെ പ്രബലരായ മന്ത്രിമാരുടെ, പൊതുപ്രവർത്തകരുടെ, പത്രമാധ്യമ പ്രവർത്തകരുടെ, സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരുടെയും ഫോണുകൾ ചോർത്തുന്നുണ്ടോ
ചോർത്തുന്നുണ്ട് എന്ന വിവരം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് പരിശോധിക്കണം എന്ന് പറഞ്ഞ പരാതി കൊടുത്ത്, ആ പരാതി കൊടുത്ത കട്ടവനവിടെ നിൽക്കട്ടെ, കണ്ടവനവിടെ നിൽക്കട്ടെ, കാണാത്ത ഞാൻ പറയാം എന്ന് പറയുന്ന സ്ഥിതിയാണ്. ADGP സി മന്ദപുത്രനല്ലേ? ADGP വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുവെന്നും റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നാൽ മുൻവിധിയില്ലാതെ നടപടി ഉണ്ടാകുമെന്നും TP രാമകൃഷ്ണൻ LDF കൺവീനർ പറഞ്ഞു. ശരിയുടെ പക്ഷത്താണ് സർക്കാരെന്നും LDF കൺവീനർ പറഞ്ഞു. ADGPയെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം നടത്തി റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ വരുമ്പോൾ എന്ത് നിലപാട് എന്നുള്ളത് ഒരു മുൻവിധിയില്ലാതെ തീരുമാനിക്കും. അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ ആശങ്കയും വേണ്ട. ശരിയുടെ പക്ഷത്താണ് ഗവൺമെന്റ്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. അതാണ് പ്രധാനപ്പെട്ട വിവരം. പുതിയ സംഘടന ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനായി PV അൻവർ ഒരുങ്ങുകയാണ്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പ്രഖ്യാപനം ശക്തിപ്രകടനമാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് അൻവറും ഒപ്പമുള്ളവരും. 5 മണിക്ക് മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളന വേദിയിൽ പലരെയും പ്രതീക്ഷിക്കാമെന്നാണ് അൻവറിന്റെ ആത്മവിശ്വാസം. എന്നാൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും അതൊരു സാമൂഹ്യ സംഘടന മാത്രമാണെന്നും വ്യക്തമാക്കിയാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. പാർട്ടി രൂപീകരിക്കാൻ സാങ്കേതിക തടസ്സമുണ്ട് എന്ന് വിശദീകരിക്കുന്നു. തമിഴ്നാട്ടിലെ DMK-യുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച അൻവർ ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന നേതാവാണ്. MK സ്റ്റാലിനെന്നും പ്രശംസിച്ചു. രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് നിയമവിദഗ്ധരുമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഞാൻ ഉയർത്തിയ ഈ വിഷയം, നാട് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികൾ, അതുപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ നെക്സസിന്റെ ഭാഗമായി, പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായി ഒരു കാലത്തും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ചില വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുകയാണ്. അതിന്റെ ഒരു നയ വിശദീകരണ കരട് ഇന്നത്തെ യോഗത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പരിപാടികൾ കാണാനും ഒബ്സർവ് ചെയ്യാനും ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ മതേതര സ്വഭാവമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോട് ഉണ്ടാവും. സ്റ്റേജിലുണ്ടാവില്ല, അവരോട് ഉണ്ടാവും. അതാ ജനക്കൂട്ടത്തിൽ കണ്ടെത്താൻ നിങ്ങളുടെ കഴിവാണ്. അപ്പോ അത് നിങ്ങളുടെ കഴിവാ. ആ ജനക്കൂട്ടത്തിൽ എവിടെയെങ്കിലും ഇവരൊക്കെ ഉണ്ടാവും. ഇവര് ഈ കാര്യം പരിശോധിക്കാൻ വരുന്നവരാണ്. അതിൽ അവർ മാത്രമല്ല, വേറെ പലരും ഉണ്ട്. അത് നിങ്ങൾ ഇഷ്ടംപോലെ ആളുകൾ ഇന്നുണ്ടാവുമല്ലോ. ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി സഹകരിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിന് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആകെ യോഗം നടത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റുള്ള 13 ജില്ലകളിലും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൊതുസമ്മേളനങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനം. നമ്മളങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ കാര്യത്തിൽ ഒരു തിരക്കില്ല. തുടക്കം മുതലേ ഭയങ്കര തിരക്ക് തന്നില്ല. നിങ്ങളെ തിരക്കുകൊണ്ടാണ് ഇപ്പൊ ഈ ആഴ്ച തന്നെ ഈ കാര്യം പറയേണ്ടി വന്നത്. ഇത് 2-3 ആഴ്ച കൂടി കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരുന്നു. അൻവറിന്റെ നിലപാട് ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വർഗീയ നിലപാടുകൾക്ക് വേണ്ടി നടക്കുന്ന ശ്രമങ്ങളെ ഇടതുമുന്നണി എന്നും എതിർത്തിട്ടുണ്ട്. ലീഗും വർഗീയ നിലപാടുകൾക്ക് ശ്രമിക്കുന്നുണ്ടെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. LDFന് ഇതൊന്നൊരു വെല്ലുവിളിയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ വിശ്വാസമാർജിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ഈ വരുന്ന ചില നീക്കങ്ങൾ അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ SDPI, ജമായത്ത് തുടങ്ങിയ സംഘടനകൾ ലീഗിന്റെ കൂടി സഹായത്തോടുകൂടി വർഗീയമായ ഏകീകരണത്തിന് വേണ്ടി ശ്രമിക്കാം. RSS ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി എല്ലാ നിലപാടുകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മതനിരപേക്ഷ നിലപാടിന് അങ്ങേയറ്റത്തെ പ്രസക്തിയുണ്ട്. മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ രാഷ്ട്രീയത്തിനാണ് ജനങ്ങൾ പിന്തുണ നൽകുന്നത്. ആ നിലപാട് തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുതിയ കൂട്ടായ്മ ആരെങ്കിലും ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടൊന്നും അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്ന പ്രശ്നമല്ല. CB അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, ഇവിടെ പാർട്ടി പ്രഖ്യാപനമാണ്. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയായി നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. അത് ഭാവിയിൽ നമ്മൾ രാവിലെയൊക്കെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഘടനയിലേക്ക് മാറും, സംശയമില്ല. ഇപ്പോൾ ഒരു സാമൂഹ്യ സംഘടനയായി പ്രവർത്തിക്കുന്നു. എല്ലാ ജില്ലകളിലും
യോഗങ്ങൾ നടത്തുന്നു, കൂടുതൽ അനുയായികളെ തന്നിലേക്ക് ആകർഷിക്കാൻ അൻവർ ശ്രമിക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ പുതിയ ചുവട്. അപ്പോൾ കാത്തിരിക്കേണ്ടി വരും. രാവിലെയൊക്കെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത അനുസരിച്ച് അൻവർ MLA സ്ഥാനം രാജിവെച്ചിട്ട് വീണ്ടും നിലമ്പൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതൊക്കെയാണ്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ അല്ലേ? തൽക്കാലം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നാണല്ലോ അല്ലേ? നിലവിലുള്ള ഒരു സ്ഥാനവും എവിടെയും രാജിവെക്കില്ലെന്ന് അൻവർ മുമ്പ് തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. നിലവിലെ സാഹചര്യത്തിൽ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൻവറിന് മുൻപിൽ സമയമുണ്ട്. ഈ ഒരു 1.5-2 വർഷമുണ്ട്. ഈ 2 വർഷം കൊണ്ട് അൻവറിനെ സംബന്ധിച്ച് തന്റേതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള സാവകാശമുണ്ട്. അപ്പോൾ ഈ വേദിയിൽ അദ്ദേഹം പ്രഖ്യാപിക്കാൻ പോകുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സംഘടന അത് 1.5-2 വർഷം കൊണ്ട് ഒരു രാഷ്ട്രീയ സംഘടനയായിട്ട് മാറാനുള്ള ഒരു സാഹചര്യം. ഒരുപക്ഷെ നിയമസഭയുടെ അവസാനത്തെ 6 മാസത്തിന് മുൻപ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയെ പ്രഖ്യാപിച്ച് ഇതൊരു രാഷ്ട്രീയ സംഘടനയാക്കി മാറ്റുകയും 6 മാസത്തിന് ശേഷമായതുകൊണ്ട് തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കണ്ട് അങ്ങനെയൊക്കെ ഒരു നീക്കത്തിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം PV അൻവറിന്റെ തന്ത്രങ്ങൾ പലതും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എന്താണെങ്കിലും നമ്മളിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരിയിലെ ഈ വേദിയിലാണ്. എനിക്ക് പിന്നിൽ കാണാം ഇവിടെ വലിയ ഒരു സന്നാഹങ്ങൾ തന്നെയാണ് തന്റെ ഈ ഒരു സംഘടനയുടെ പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ട് അൻവർ ഒരുക്കിയിട്ടുള്ളത്. 50,000-ലധികം പേർക്ക് ഇരിക്കാനുള്ള വലിയ ഒരു പന്തൽ ഇവിടെ സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. കസേരകളൊക്കെ തന്നെ നിരത്തി ഇട്ടിരിക്കുന്നു. ബാരിക്കേഡുകൾ വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ആളുകളൊക്കെ വൈകുന്നേരം 4 മണിയോടെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ നിലമ്പൂർ മേഖലയിൽ നിന്ന് കൂടുതൽ പ്രവർത്തകർ പ്രചരണ ജാഥയായിട്ടും ഒരുപക്ഷെ DMK-യുടെ ആ ചിഹ്നം അത് അണിഞ്ഞുകൊണ്ടുമൊക്കെ വരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം നിലവിൽ രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് പറയുമ്പോൾ പോലും DMK നേതാക്കളുമായി അൻവർ നടത്തിയ കൂടിക്കാഴ്ച ഈ ഒരു സമ്മേളനത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നീലഗിരി ജില്ലയുമായിട്ട് അതിർത്തി പങ്കിടുന്ന നിലമ്പൂരിലേക്ക് DMK പ്രവർത്തകർക്ക് എത്തിച്ചേരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. തിരിച്ചങ്ങോട്ടും അതേ രീതിയിൽ പോകാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സഹകരണം അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് DMK-യുമായിട്ട് അൻവറിന്റെ ഈ സംഘടന നടത്തുമ്പോൾ അതിന് വലിയ പ്രാധാന്യം തമിഴ്നാട്ടിലും ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അൻവറിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അൻവർ പലതവണ വിശദീകരിച്ചിട്ടുണ്ട്. മലയോര കർഷകർ നേരിടുന്ന പ്രതിസന്ധി, വനമേഖലയിലെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ നമുക്കറിയാം കേരളവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ ഈ വന്യജീവി പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അതെല്ലാം അഡ്രസ്സ് ചെയ്യുമ്പോൾ DMK-യുടെ ഒരു പിന്തുണ കൂടി അൻവറിന് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു മേഖലകളിൽ കുറെ കൂടി കടന്നു കയറുവാനും കുറെ കൂടി ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുവാനും അൻവറിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കണം. അതൊക്കെ തന്നെ ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് അൻവർ നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് താൻ മുന്നിൽ വെച്ചിട്ടുള്ള സംഘപരിവാർ വിരുദ്ധ നിലപാട് അതിന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ MK സ്റ്റാലിനേക്കാൾ മികച്ച ഒരു നേതാവ് മാതൃകയാക്കാനില്ല എന്ന് അൻവർ പലതവണ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിയുകയും ചെയ്തിരിക്കുന്നു. പിണറായി വിജയനും MK സ്റ്റാലിനും എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്നും അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കി കഴിഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും അൻവറിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഈ ഒരു നിലപാട് സ്വീകാര്യമാകും. കാരണം അദ്ദേഹം എവിടേക്ക് മാറും എന്ന ചോദ്യം കുറെ ദിവസമായി ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ വലതുപക്ഷത്തേക്ക് മാറുകയാണെങ്കിൽ പോലും ഈ ഒരു ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണ ലഭിക്കുകയാണെന്നില്ല. അപ്പോൾ ഇപ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാട് സ്വതന്ത്രനായ പാർട്ടിയിലെ ഇതുവരെ താൻ ഭാഗമായിരുന്ന ഭരണപക്ഷത്തെ ആ പ്രശ്നങ്ങൾ അത് അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഒക്കെ ഒരേപോലെ തന്നെ ഉണ്ട്. അതിനൊപ്പം ഇനിയിപ്പോൾ താൻ ഇതേ നിലപാടിൽ മുന്നോട്ട് പോകുന്നു. സ്വതന്ത്ര സംഘടന രൂപീകരിച്ച് രാഷ്ട്രീയമായിട്ട് ചില ഉദ്ദേശങ്ങളോടെ തന്നെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന DMK-യുമായിട്ടാണ് സഹകരിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു സംഘടനയുടെ രാഷ്ട്രീയ മൂല്യം അത് വളരെയധികം വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും അണികൾ ധാരാളമായിട്ട് വരാനുള്ള സാധ്യത. അങ്ങനെ അൻവറിനെ സംബന്ധിച്ച് ഇത് നല്ല ഒരു തുടക്കം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. കാരണം വേറെ ഏതെങ്കിലും തരത്തിലൊരു നേതാവിനെ അൻവർ സമീപിക്കുകയാണെങ്കിൽ അത് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു അനുകൂല അന്തരീക്ഷം ഉണ്ടാക്കുന്ന അതായിരിക്കില്ല. എന്താണെങ്കിലും അൻവറിന്റെ പ്രഖ്യാപനങ്ങൾ ഇനി എന്തൊക്കെയാകും എന്നുള്ളതാണ് അറിയേണ്ടത്. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറയും, ഈ കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയായിരിക്കും, DMK-യുമായി എന്തെല്ലാം വിഷയങ്ങളിൽ സഹകരിക്കും തുടങ്ങി വിവിധ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അൻവറിന്റെ വാക്കുകൾ 1 ലക്ഷം പേരെയാണ് അൻവർ അവിടെ പ്രതീക്ഷിക്കുന്നത്. അത്ര ആത്മവിശ്വാസം അൻവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം CPM-ലുള്ളവരും സഖാക്കന്മാരും എന്റെ സമ്മേളനത്തിൽ വരുമെന്നും പറയുന്നു. നമുക്കറിയാം സഹാക്കന്മാരെ പ്രതീക്ഷിക്കുന്നു, കോൺഗ്രസുകാരെ പ്രതീക്ഷിക്കുന്നു, ലീഗുകാരെ പ്രതീക്ഷിക്കുന്നു. ഈ സംഘടനകളിലെല്ലാം
പരിചയമുള്ള ആരാധകരുള്ള നേതാവ് തന്നെയാണ് അൻവർ. അക്കാര്യത്തിൽ സംശയമില്ല. 1,00,000 പേർക്കുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടോ അവിടെ? നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. നമുക്ക് ഈ ഒരു സ്റ്റേജിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇത് മഞ്ചേരി ജസീല ജംഗ്ഷൻ എന്ന ഇടത്താണ്, ഒരു ബൈപ്പാസിനോട് ചേർന്നാണ് ഈ ഒരു വേദി സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും നമുക്ക് കൃത്യമായി കുറെ കൂടി ഈ ഒരു സദസ്സിന്റെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. വലിയ ഒരു പന്തലിൽ കസേരയെല്ലാം നിരത്തിയിട്ടുണ്ട്. 1,00,000 പേർക്കുള്ള കസേരയൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഏതാണ്ട് ഒരു 50,000 പേരേക്കെങ്കിലും മിനിമം ഇവിടെ ഈ കസേരകൾ ഇരിക്കുവാനും അതിന് പുറത്ത് നിൽക്കുവാനും പരിസര പ്രദേശങ്ങളിലൊക്കെ നിൽക്കുവാനും ഉള്ള ഒരു സാഹചര്യമുണ്ട്. 1,00,000 ഒന്നും എന്തായാലും ഇവിടേക്ക് ഒതുങ്ങില്ല എന്നുള്ള കാര്യം ഈ ദൃശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. അൻവർ പറയുന്നത് എപ്പോഴും അല്പം കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. എന്താണെങ്കിലും നിലമ്പൂരിലേക്കാൾ സൗകര്യങ്ങളും സംവിധാനങ്ങളും സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ തന്നെ പറയും. ഇത് 1,00,000-നുള്ള സൗകര്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും 10,000-കണക്കിന് ആളുകൾ എത്തിച്ചേർന്നാലും അവർക്ക് ഇവിടെ ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനുള്ള ഇപ്പോഴും കസേരകളൊക്കെ വാഹനത്തിൽ നിന്ന് ഇറക്കാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഈ സ്റ്റേജിനോട് ചേർന്ന് പല ഭാഗത്തും ഇപ്പോഴും ഗ്രൗണ്ട് നിരപ്പാക്കുന്ന നടപടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകുന്നതേ ഉള്ളൂ. എന്നാണെങ്കിലും വലിയ ഒരു ജനസഞ്ചയത്തെ തന്നെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ സ്വാധീനം കൂടി ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ ഒരു മാസ് സ്റ്റൈലിൽ അൻവർ തന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുമോ, അതിനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് കണ്ടറിയേണ്ടതാണ്. എന്താണെങ്കിലും മഞ്ചേരിയിലെ അൻവറിന്റെ വേദി പൂർണ്ണ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, മഞ്ചേരിയിൽ അൻവറിന്റെ സമ്മേളനം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അനുമോദ്, ഇന്ന് രാവിലെ അൻവർ പറഞ്ഞത് അത് പ്രധാനമാണ്. കാരണം താൻ അടങ്ങിയിരിക്കുന്നില്ല, എല്ലാ ജില്ലകളിലും സമാനമായ സമ്മേളനം വിളിക്കും, എല്ലാ സ്ഥലങ്ങളിലും പോയി ആളുകളോട് സംസാരിക്കും. അങ്ങനൊരു മാസ് പാർട്ടിയായി, അതായത് തമിഴ്നാട് വഴി ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, കേരളത്തിൽ ചുവടുറപ്പിക്കുക, തമിഴ്നാട് വഴി ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളാണ് അൻവറിന്. ഇത്ര വലിയ ഒരു സംവിധാനം, ഇത്ര വലിയ ചില പ്രഖ്യാപനങ്ങളൊക്കെ അൻവർ നടത്തുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ DIC കർണാടകയുടെ കാലത്ത് രൂപീകരിച്ച പാർട്ടിയാണ്. അവർ പ്രാദേശികമായി നിൽക്കാൻ ഉദ്ദേശിച്ച ഒരു പാർട്ടിയാണ്. പക്ഷെ അൻവറിന്റെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ്. അത്ര വലിയ ആത്മവിശ്വാസം അൻവറിനെ പോലെ ഒരാൾക്ക് എങ്ങനെ വരുന്നു എന്നതും നമുക്ക് വല്ലാതെ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. രഞ്ജിത്ത്, നമുക്കറിയാം അൻവർ നിൽക്കുന്ന രാഷ്ട്രീയ ഇടം എവിടെയാണെന്ന്, അൻവറിന്റെ പൂർവ്വകാലം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എപ്പോഴും വലിയതായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മാത്രമേ അൻവറിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. കാരണം സംസ്ഥാനത്തെ ഇടതുപക്ഷത്തെ ഏറ്റവും പിന്തുണയാർന്ന സൈബർ സഖാക്കളുടെ കടന്നൽ രാജ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന അൻവറാണ് ഒരു ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഇടതുപക്ഷത്തിനെ തൊട്ടുകൂടാത്തവനായി മാറിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും അൻവറിന്റെ ജനപ്രീതി പൂർണ്ണമായിട്ടും ഇടിഞ്ഞിട്ടില്ല. അൻവറിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയും വലതുപക്ഷത്തിന്റെ പിന്തുണയും ഒക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ അൻവർ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊന്നും മതിയാകില്ല എന്നറിയാം. കാരണം ഇപ്പോൾ ഉന്നയിച്ച കാര്യങ്ങൾ അതിന് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് താഴെത്തട്ടിലെ പ്രവർത്തകർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് അദ്ദേഹം നേതൃത്വത്തിനെതിരെ ചില അപ്രിയ സത്യങ്ങൾ എന്ന് അൻവർ കരുതുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ താഴെത്തട്ടിലുള്ളവർ പറയാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം ഇത്. UDF-ന്റെ ഭാഗത്തുനിന്നുള്ള പിന്തുണയും അദ്ദേഹം ഭരണപക്ഷത്ത് നിന്ന് വിളിച്ചു പറയുന്നതുകൊണ്ടാണ്. പക്ഷേ ഇതൊന്നും ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാനാകില്ല. അത് അൻവറിന് അറിയുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള പദ്ധതികൾ അദ്ദേഹം തയ്യാറാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോക്കസ് വളരെ കൃത്യമാണ്. 40 മണ്ഡലങ്ങളിൽ അദ്ദേഹം യാത്ര നടത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. ഈ 40 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന വന്യജീവി ശല്യവും മലയോര കർഷകരുടെ സാന്നിധ്യം കൂടുതലുള്ളതുമായിട്ടുള്ള മേഖലകൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫോക്കസ് അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ തന്റെ ഉദ്ദേശം ഏത് മേഖലകൾ കേന്ദ്രീകരിച്ചാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ അതിനനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ വേണം, എന്തെല്ലാം സംവിധാനങ്ങൾ വേണമെന്ന് അൻവറിന് കൃത്യമായിട്ട് അറിയാം. അത് സജ്ജമാക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. നേരത്തെ പറഞ്ഞ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് അൻവറിന് ഈ ഒരു സംവിധാനങ്ങൾ വെച്ച് എന്ത് ചെയ്യാനാകും എന്ന ചോദ്യമാണ് ഉയരുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും DMK-യുടെ പിന്തുണയുണ്ടെങ്കിൽ അതിർത്തി മേഖലകളിലെ പഞ്ചായത്തുകളിൽ അൻവറിന്റെ ഈ ഒരു സംഘടനയ്ക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ളത് അൻവറിന്റെ ഒരു പ്രതീക്ഷയാണ്. അത് ഒരു ടെസ്റ്റ് ഡോസാണ്. അതിനപ്പുറത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നത്. അതിനപ്പുറം ദേശീയ തലത്തിൽ തന്നെ അൻവറിനെ പോലെ ഒരാൾക്ക്
കേരളത്തിൽ ഇടതുപക്ഷത്തെ ചോദ്യം ചെയ്ത് ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവിന് ദേശീയ തലത്തിലേക്ക് കടന്നു കയറുവാൻ DMK-യുടെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അതും രാഷ്ട്രീയമായിട്ട് ഒട്ടും മോശമല്ലാത്തൊരു സാഹചര്യം തീർക്കും. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അൻവർ ഈ ഒരു പോരാട്ടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഒരു ലോങ് റൺ അത് ഉദ്ദേശിച്ച് തന്നെയാണ് അൻവറിന്റെ ഈ ഒരു DMK-യുമായിട്ടുള്ള സഹകരണവും ഇപ്പോഴത്തെ ഈ സംഘടനാ പ്രഖ്യാപനവും ഒക്കെ. അൻവർ കൃത്യമായിട്ട് ഏതെല്ലാം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ ധാരണ അൻവറിന് കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഒരു ഏതെല്ലാം മേഖലകളിലേക്ക് പോകണമെന്ന ധാരണയുമുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ താൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ചായിരിക്കും, മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും അൻവറിന്റെ പ്രവർത്തനം ഉണ്ടാവുക. ഒരുപക്ഷെ അത് നിയമസഭാ സമ്മേളനത്തിനിടയിൽ ഉണ്ടാകുമോ അതിനുശേഷമാകുമോ എന്നൊന്നും അറിയുകയില്ല. കാരണം നിലവിൽ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഈ നിയമസഭയും അല്ലെ സീറ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതൊരു തുടക്കമാണ് എന്ന് അൻവർ പറയുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ മലപ്പുറത്തിന് പുറത്ത്, നേരത്തെ മലപ്പുറത്ത് 16 മണ്ഡലങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയല്ല, അതിനപ്പുറത്ത് ഈ കേരളത്തിൽ ഉടനീളം എന്ന തരത്തിലേക്ക്, ഒരുപക്ഷെ തമിഴ്നാട്ടിൽ പോലും എന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന മേഖല വ്യാപിക്കുകയാണ്. അതിന്റെ ഒരു തുടക്കമാണ് ഇന്ന് വൈകുന്നേരം ഇവിടെ നമ്മൾ കാത്തിരിക്കുന്നത്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം. കേരള രാഷ്ട്രീയത്തിൽ അൻവർ എന്ത് ചലനങ്ങൾ ഉണ്ടാക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. CV അനുമോദാണ് വിശദാംശങ്ങളുമായി പങ്കുവച്ചത് മഞ്ചേരിയിൽ നിന്ന്. PV അൻവറിന് നിയമസഭയിൽ സ്പീക്കർ അനുവദിച്ച സീറ്റിൽ തന്നെ ഇരിക്കേണ്ടി വരും. സ്വതന്ത്ര MLAക്ക് ഇഷ്ടമുള്ള ഇരിപ്പിടം ചോദിക്കാനാകില്ല, വേറെ ഇരിപ്പിടം അനുവദിക്കാനാകില്ലെന്നും നാളെ രേഖാമൂലം അൻവറിനെ അറിയിക്കും. പ്രതിപക്ഷ നിരയിൽ പിന്നിലത്തെ സീറ്റാണ് അൻവർ അനുവദിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നിരയിൽ ഇരിപ്പിടം വേണ്ട എന്നാണ് അൻവറിന്റെ നിലപാട്. ഇരിപ്പിടം പ്രതിപക്ഷ നിരയിലേക്ക് മാറ്റിയതിന്റെ കാരണം അറിയിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയതായും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയില്ല എന്നും അൻവർ പ്രതികരിച്ചിരുന്നു. അല്ല, അതൊക്കെ ഭയപ്പെട്ടിട്ട് അതൊക്കെ ബാധിക്കാൻ പോകുന്നത് ഈ 3 വർഷത്തെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകത്തുക ചുരുക്കം എന്നാണ്. ഞാനിതൊക്കെ നിർത്തിയിട്ട് ആ സാധനം തൊക്കിൽ വെച്ചിട്ട് MLA ആയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നല്ലേ. അങ്ങനെ ഇരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നമുക്ക് കുറച്ച് പിൻബലം വേണം. അതിൻ്റെ ഒരു പിൻബലം ഈ പറയുന്നത്, ഇപ്പോൾ ഒരു നിയമസഭയിൽ ഞാനൊരു നിയമസാമാജികന എന്ന നിലയ്ക്ക് എനിക്ക് കുറേ നിയമ സംരക്ഷണമുണ്ട്. ആ സംരക്ഷണ വലയം എത്രത്തോളം നിലനിർത്താൻ കഴിയുമോ അത്രത്തോളം നോക്കൂ. ആ സംരക്ഷണ വലയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അപ്പത് ബ്രേക്ക് ചെയ്യും. അതല്ലാതെ കാലാകാലം ഇത് താങ്ങി പിടിച്ചിരിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഇന്നത്തെ ഒരു സാഹചര്യം 8-10 കേസ് എന്റെ പേരിലുണ്ട്. ഇനി എത്ര കേസുകൾ അതിന്റെ എന്റെ പണിപ്പുരയിലാണെന്നറിയില്ല. ഈ മൂവ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇത് ഇങ്ങനെയുള്ള വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ടെക്നിക്കലായിട്ട് ലീഗലായിട്ട് എന്നുള്ള നോക്കുന്നത്? എന്താ പറയാ, അത് കളരിപ്പായിട്ടും കുംഫും കരാട്ടെ എല്ലാം കൂടെ പഠിച്ചിട്ടില്ല ഒരു കളി കളിച്ചു നോക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ലീഗൽ റൈറ്റ് ഉണ്ടെങ്കിൽ പോലും നാളെ രാവിലെ തന്നെ എന്നെ സസ്പെൻഡ് ചെയ്യപ്പെടാം നിയമസഭയിൽ നിന്ന്. ഒരു തർക്കമില്ല. എന്നെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നോട്ടീസ് കിട്ടിയിട്ടില്ല. ഇനി ഞാൻ സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ സീറ്റ് മാറ്റിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രതിപക്ഷ ബെഞ്ചിലേക്ക് എന്തടിസ്ഥാനത്തിലാണ് എന്നെ മാറ്റിയത്, അതിന്റെ കാരണം അറിയിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന് മറുപടി കിട്ടുമോ നോക്കട്ടെ. ആ മറുപടിക്കനുസരിച്ചായിരിക്കും ഈ നിലപാട് സ്വീകരിക്കുക. അപ്പൊ പിന്നെ ഇത്രയൊക്കെ ഈ പറയുന്ന നിയമപരിരക്ഷയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചാൽ പോലും നാളെ പൊളിറ്റിക്കലി എന്നെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്റെ പ്രതീക്ഷ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതിയിലാണ്. ആ നിയമപരമായ പോരാട്ടം നമ്മൾ നടത്തും. KT ജലീൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ആക്ഷേപങ്ങൾ ഉയർന്നു. എന്തായിരുന്നു മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും BJPയുടെയും സമീപനം? ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കഴമ്പ് പോലും സത്യമില്ലാത്ത ഒരു പ്രശ്നത്തെ വളരെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിച്ചു. സംഘപരിവാർ അത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിം ലീഗും കോൺഗ്രസും എന്തേ അത് ചെയ്തു? കോൺഗ്രസിന്റെ നേതാവ്, അന്നത്തെ UDFന്റെ കൺവീനർ ബെന്നി ബെഹനാൻ MP ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി രാജ്യത്തിന്റെ നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇതാ കേരളത്തിൽ ഒരു മന്ത്രി ജലീൽ എന്ന് പറയുന്നയാൾ മഹാപാതകം ചെയ്തിരിക്കുന്നു. എന്തായിരുന്നു ആ മഹാപാതകം? അത് മറ്റൊന്നുമല്ല, റംസാൻ കാലത്ത് UAE കോൺസുലേറ്റിൽ
കേരളത്തിൽ എത്രയോ വർഷങ്ങളായി വിതരണം ചെയ്യുന്ന റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് സൗകര്യമൊരുക്കി കൊടുത്തു. ഈ കള്ളപ്രചാരണങ്ങളെ മുസ്ലിം ലീഗും കോൺഗ്രസും എത്രമാത്രമാണ് എനിക്കെതിരായിട്ട് ഉപയോഗിച്ചത്. അവരെന്റെ വീട്ടിലേക്ക് എത്ര സമരങ്ങൾ നടത്തി. അന്നവർക്ക് ഞാനൊരു മലപ്പുറത്തുകാരനാണ്, എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മലപ്പുറത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വികാരം എന്തുകൊണ്ടുണ്ടായില്ല. ഞാനൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നയാളാണ്. ഈ കള്ളപ്രചാരണം എനിക്കെതിരെ നടത്തിയാൽ അത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആക്രമണമാണ് എന്ന് തെറ്റിദ്ധരിക്കും എന്ന ഒരു വിചാരം അവർക്ക് എന്തേ ഉണ്ടായില്ല. വേട്ടപ്പട്ടി ഓടുന്നത് പോലെയല്ലേ ലീഗും കോൺഗ്രസും ബിജെപിയും ഉൾപ്പെടെയുള്ളവർ എന്റെ പിന്നാലെ ഓടിയത്. എന്നിട്ട് എന്തായി അവസാനം? എന്തെങ്കിലും ഒരു സത്യത്തിന്റെ കണിക അതിലുണ്ടായിരുന്നുവെങ്കിൽ അന്ന് ഞാൻ ജയിലിൽ പോകുമായിരുന്നില്ലേ? എന്നെ തുറങ്കലിൽ അടക്കുമായിരുന്നില്ലേ? ഡൽഹിയുടെ മുഖ്യമന്ത്രി കെജ്രിവാളിനെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എല്ലാം ജയിലിലടച്ചില്ലേ? എന്നിട്ടാണോ പിന്നെ ഒരു പുഴുവായിട്ടുള്ള ഞാൻ സത്യത്തിന്റെ ഒരംശമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു അവർ? ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത് കരിപ്പൂർ കേന്ദ്രമായി കള്ളക്കടത്ത് നടക്കുന്നു. ആ കള്ളക്കടത്ത് പോലീസ് പിടിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ക്വാണ്ടിറ്റിയേക്കാൾ കുറച്ചാണ് അവര് രേഖപ്പെടുത്തുന്നത്. ആ വ്യത്യാസം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ആ വ്യത്യാസം എങ്ങോട്ട് പോകുന്നു, ആരാണതൊക്കെ പങ്കിട്ടെടുക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ ജനമധ്യത്തിൽ കൊണ്ടുവരണം. അതിന് മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെതിരായി ശക്തമായ നടപടി വേണം എന്നതായിരുന്നല്ലോ ഞാൻ ഉയർത്തിയ പ്രശ്നം. അതല്ലെങ്കിൽ അൻവർ നേരത്തെ പറഞ്ഞ പ്രശ്നം. അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അപ്പൊ ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു കരിപ്പൂർ എയർപോർട്ട് മുഖേന എന്നുള്ളത് വളരെ ശരിയാണ്, ശരിയായൊരു കാര്യമാണ്. അപ്പൊ അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ്. ആ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്കല്ല, ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അംഗങ്ങളായിട്ടുള്ള മഹല്ലുകളുടെ ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു മതവിധി പുറപ്പെടുവിക്കണം, കാര്യങ്ങൾ പറയണം എന്ന് സൂചിപ്പിച്ചതിനെയാണ് വലിയ മലപ്പുറം വിരുദ്ധതയായും മുസ്ലിം വിരുദ്ധതയായും അവതരിപ്പിക്കുന്നത്. RSSകാർക്ക്, സംഘികൾക്ക് ഇത് മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരവസരമാക്കി ഞാൻ കൊടുക്കുന്നു എന്നാണ് ആക്ഷേപം. എവിടെയായിരുന്നു ഈ ആക്ഷേപക്കാർ എനിക്കെതിരായി കള്ളാരോപണങ്ങൾ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ ഉന്നയിച്ചപ്പോ? ഒരു സംഘടനയും അതിനെതിരായി ഒരു പ്രതിഷേധ വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഒരാളും അതിനെതിരായിട്ട് ഒരു പ്രസ്താവന ഇറക്കിയില്ലല്ലോ. ഇന്ന് എനിക്കെതിരെ പ്രസ്താവന ഇറക്കിയ മലപ്പുറത്തെയും മലപ്പുറത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി സംഘികൾക്ക് ഏണിവെച്ചു കൊടുക്കുന്നു എന്നാക്ഷേപിക്കുന്ന ലീഗിന്റെ നേതാക്കന്മാർ എന്റെ പിന്നാലെ ഓടുകയായിരുന്നില്ലേ? എന്നെ വേട്ടയാടി പിടിക്കാൻ, എന്റെ ചോരയ്ക്ക് വേണ്ടി, എന്റെ ഒരു റാത്തൽ ഇറച്ചിക്ക് വേണ്ടി വെമ്പുകയായിരുന്നില്ലേ അവർ? ഞാൻ പറഞ്ഞത് വെറുതെയല്ല. NIA-യുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നേരിടുന്ന ഘട്ടത്തിൽ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ, കസ്റ്റംസുകാർ, അതുപോലെ തന്നെ അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇതിൽ ബന്ധപ്പെടുന്ന ആളുകളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അവരെല്ലാവരും പറയുന്നത് ഇതൊരു വലിയ തെറ്റാണ് എന്ന് അവരോട് പറയുമ്പോൾ അവർ പറയുന്നത്, സാർ, മതപരമായി ഇതൊരു തെറ്റായിട്ടുള്ള കാര്യം അല്ലല്ലോ എന്നാണ്.
ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നെന്നോട് ചോദിച്ചു. സത്യത്തിൽ ആ ചോദ്യമാണ് പലരുമായിട്ടും ഞാൻ പങ്കുവച്ചത്, ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞത്. പണ്ഡിതന്മാർക്കിടയിൽ പോലും ഇതൊരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന വിചാരമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് ഹജ്ജിന് പോയ കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ, മുസ്ലിം പണ്ഡിതൻ, മുസ്ലിം ലീഗുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പണ്ഡിതൻ, ലീഗിനോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മതസംഘടനയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന, ഇപ്പോഴും അലങ്കരിക്കുന്ന ഒരു പണ്ഡിതൻ, ഇമാം ഗസാലിയുടെ യഹ്യ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ചട്ടയിൽ സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവരികയും അത് കസ്റ്റംസുകാരെ പിടികൂടുകയും എത്രയോ ആഴ്ചകൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ മതസംഘടനാ രംഗത്തേക്ക്, നേതൃപദവികളിലേക്ക് വരാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന രൂപത്തിൽ മാറ്റി നിർത്താൻ ലീഗ് തയ്യാറായില്ല. ലീഗ് അവരുടെ വേദികളിൽ ഇത്തരക്കാരെ അണിനിരത്തി പ്രസംഗിപ്പിച്ചു. ആരുടെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പൊ തൽക്കാലം. ഞാൻ ഈ പറയുന്നത് സത്യമല്ല എന്ന് മുസ്ലിം ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ ഞാനതിന്റെ എല്ലാ വിശദ വിവരങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കും. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഞാൻ ഈ പറഞ്ഞ സംഗതി ഉണ്ടായിട്ടില്ലേ? പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളിൽ പോലും ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന, മതപരമായി നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന ധാരണയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഉൾപ്പെടെയുള്ള മഹല്ലുകളുടെ ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മതവിധി പുറപ്പെടുവിക്കണം. ഖാദിമാരാണ് മതവിധി പറയാറ്. അതിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിട്ട് നിൽക്കണം, ഈ ഖാദി സ്ഥാനങ്ങൾ ഒഴിയണം. അദ്ദേഹത്തിന് അതിന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അതിന് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കണം. അത് വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് ഇല്ലാതാക്കും. ഇത് പറഞ്ഞതിനെയാണ് വലിയ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് വല്ലാത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് മതസമുദായത്തിലും ദുഷ്പ്രവണതകൾക്കെതിരായി ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്നാണ് വിമർശനങ്ങളും എതിർ ശബ്ദങ്ങളും ഉയരേണ്ടത്. അത് മഹാത്മാഗാന്ധി നമുക്ക് പഠിപ്പിച്ചതെന്നൊരു കാര്യം കൂടിയാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ, ഗുരുവായൂർ സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വന്ന സഹോദര മതസ്ഥരായ ആളുകളോട് ഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾ ഇതിൽ പങ്കെടുത്താൽ ഇതിനെ വേറൊരു തലത്തിലായിരിക്കും ഹൈന്ദവ സമുദായത്തിലെ വർഗീയ മനസ്സുള്ളവർ പ്രചരിപ്പിക്കുക. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ മാറി നിൽക്കണം. മുസ്ലിം സമുദായത്തിലെ ഒരംഗം, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, ഒരു പ്രാക്ടീസ് ചെയ്യുന്നയാൾ എന്നുള്ള നിലയിൽ, ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാനാണ് ഇത് പറയേണ്ടത്. പ്രത്യേകിച്ച് എനിക്കെതിരായിട്ട് ഈ കാര്യങ്ങളൊക്കെ വന്നതാണ്. ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും അക്കാര്യത്തിൽ എനിക്കില്ലാതെ പോയതുകൊണ്ടാണ് ക്ലീൻ ചിട്ട് എല്ലാ ഏജൻസികളിൽ നിന്നും ലഭ്യമായത്. ഇനി ക്ലീൻ ചിട്ട് ലഭ്യമായിട്ടില്ല എങ്കിൽ അവരെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു എന്റെ വീട്ടിലേക്ക്. അവര് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ജീവിതത്തിൽ ഇന്നുവരെ ഒരു ഹവാല ഇടപാട് നടത്തുകയോ സ്വർണ്ണ കള്ളക്കടത്ത് പോയിട്ട് സ്വർണം യഥാവിധി കടത്താൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളെ ഡൈവേർട്ട് ചെയ്ത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാർക്കിടയിൽ പോലും തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റാനും, സാധാരണക്കാരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാനും, മുസ്ലിം സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ, ഖാദി എന്നുള്ള നിലയിൽ, വിധികർത്താവ് എന്നുള്ള നിലയിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞതിനെ ഇത്രമേൽ ശൗര്യത്തോടുകൂടി നേരിടേണ്ട കാര്യം
എന്തുണ്ട്? ഒരൊറ്റ മതവിധിയുടെ പേരിൽ ഈ സ്വർണ്ണക്കടത്ത് മുഴുവൻ ഇല്ലാതാകുമെന്ന് പറയുന്നതിലൂടെ മുസ്ലിം സമുദായത്തെ ഒന്നാകെ ടി ജലീൽ മാധ്യമങ്ങളെ കാണുകയാണ്. ലീഗിന്റെ നേതാക്കൾ തനിക്ക് നടത്തിയ പ്രസ്താവനകൾക്ക് മറുപടിയായിരുന്നു ജലീലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത്. അഭിമുഖത്തിൽ സ്വർണ്ണക്കടത്തിനെതിരെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മതവിധി പുറപ്പെടുവിക്കണമെന്ന ജലീലിന്റെ പരാമർശമാണ് വിവാദത്തിലായത്. പരാമർശത്തിനെതിരെ ലീഗും PV അൻവർ രംഗത്ത് വന്നു. മതസംഘടന അല്ല രാഷ്ട്രീയം തീരുമാനിക്കുന്നത്, മുഴുവൻ കുറ്റങ്ങളുടെയും ഉത്തരവാദിത്തം സമുദായത്തിന് തലയിലിടാനാണ് നീക്കമെന്നും PMA സലാം അടക്കം വിമർശിച്ചു. ജലീൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പൊതുജീവിതത്തിൽ നടത്തിയ ഏറ്റവും മോശപ്പെട്ട പ്രസ്താവനയാകുമെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം. അല്ല, ജലീൽ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ജലീൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ അദ്ദേഹം നടത്തിയ ഒരു സമൂഹത്തിന് എതിരെ നടത്തിയ ഏറ്റവും മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതിനെ കാണാൻ പറ്റും. അത്രത്തോളം അദ്ദേഹം തരം താഴും എന്ന വിശ്വാസം എനിക്കില്ല, ഞാനത് കേട്ടിട്ടില്ല. ന്യൂസ് 18 പരമ്പര വലയിൽ വീഴല്ലേ. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത് 10,319 കോടി രൂപ. ഇതിൽ 4.3 ലക്ഷം പേരിൽ നിന്നായി തട്ടിയെടുത്ത 1,127 കോടി രൂപ ഇതുവരെ തിരിച്ചുപിടിക്കാനായതായി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വ്യക്തമാക്കുന്നു. നഷ്ടപ്പെടുന്ന മൊത്തം 10%-ഓളമാണ് തിരിച്ചുപിടിക്കാനാവുന്നത്. ഇത് വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2022 രാജ്യത്താകെ 9.66 ലക്ഷം പരാതികളായിരുന്നുവെങ്കിൽ 2023 ഇത് 15.56 ലക്ഷമായി ഉയർന്നു. 60% വർധന. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിലെ പരാതികൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളിൽ 1.5 ലക്ഷത്തിനടുത്താണ്. കഴിഞ്ഞ വർഷം കേരളത്തിലെ ഓരോ ലക്ഷം പേരിലും 86 വീതം എന്ന നിരക്കിൽ സൈബർ പരാതികളെത്തി. രാജ്യമാകെ ഇത് 129 പരാതി എന്ന നിരക്കിലാണ്. ഉയർന്ന നിരക്കിലുള്ള സംസ്ഥാനങ്ങൾ ഇങ്ങനെ: ഡൽഹി 755, ഹരിയാന 381, തെലങ്കാന 261, ഉത്തരാഖണ്ഡ് 243, ഗുജറാത്ത് 226. തട്ടിപ്പുകാരുടെ ഫോൺ നമ്പറുകൾ പോലീസ് തത്സമയം നിരീക്ഷിക്കുന്ന പ്രതിബിംബ് എന്ന പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജാർഖണ്ഡിലെ തട്ടിപ്പുകൾ കുറയ്ക്കാനായി. ഈ പദ്ധതി രാജ്യമാകെ വ്യാപിപ്പിക്കുകയാണ്. ചൈന, കംബോഡിയ, മ്യാൻമാർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് തട്ടിപ്പുകളുടെ 40 മുതൽ 50% വരെ ബുദ്ധികേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം ലഭിച്ച പരാതികളുടെ എണ്ണം ഇങ്ങനെ: പാർട്ട് ടൈം ജോലി, പ്രീപെയ്ഡ് നിക്ഷേപ തട്ടിപ്പുകൾ 1.49 ലക്ഷം, വ്യാജവായ്പാ ആപ്പുകൾ 85,000, കസ്റ്റമർ കെയർ ആൻഡ്രോയിഡ് മാൽവെയർ 43,000, സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് കൈക്കലാക്കൽ, ആൾമാറാട്ടം 35,000, നഗ്ന വീഡിയോ കോൾ തട്ടിപ്പ് 19,000. തട്ടിപ്പ് നടന്ന് 1 മണിക്കൂറിനുള്ളിൽ ഇടപെടാനായാൽ തുക തിരിച്ചുപിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. 1930 എന്ന നമ്പറിൽ വിളിച്ചോ cybercrime.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ പരാതിപ്പെടാം. ലഭ്യമായ ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് 4 മാസത്തിനിടെ സംസ്ഥാനത്തു നിന്ന് നഷ്ടമായത് 180 കോടി രൂപയാണ്. ഇതേ കാലയളവിൽ രാജ്യത്താകെ 6,000 കോടി രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. കേരളത്തിൽ കൂടുതൽ പണം നഷ്ടമായത് കൊച്ചി നഗരവാസികൾക്കാണ്, 33 കോടി രൂപ. നഷ്ടത്തിൽ 2ാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ്, 30 കോടി. കോഴിക്കോട്, തൃശൂർ, കൊല്ലം എന്നിവയാണ് മറ്റു പ്രധാന നഗരങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം. സൈബർ തട്ടിപ്പുകൾ തുടർക്കഥയാകുമ്പോഴും തട്ടിപ്പിനിരയാകുന്നത് ഏറെയും വിദ്യാസമ്പന്നരും സമൂഹത്തിലെ ഉന്നതരുമാണെന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. യാക്കോബായ സഭ മുൻ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസാണ് സമീപകാലത്ത് ഇത്തരത്തിൽ ഒരു തട്ടിപ്പിനിരയായത്. 15 ലക്ഷം രൂപയാണ് ഭോപ്പാലിലുള്ള സംഘം തട്ടിയെടുത്തത്. സംഭവത്തിൽ ഒരു പ്രതി മാത്രമാണ് പിടിയിലായത്. കേസിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. മുംബൈയിൽ കള്ളപ്പണക്കേസിൽ പ്രതിയാണെന്ന് വിശ്വസിപ്പിച്ചാണ് CBI എന്ന വ്യാജേന വീഡിയോ കോൾ വഴി ഓൺലൈൻ തട്ടിപ്പ് സംഘം മാർ കൂർലോസിന്റെ പണം തട്ടിയെടുത്തത്. മുംബൈ സ്വദേശി നരേഷ് ഗോയൽ എന്നയാളുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ തട്ടിപ്പ് കേസിൽ കൂർലോസ് പ്രതിയാണെന്നും വിശ്വസിപ്പിച്ചു. മുംബൈയിലെ ബാങ്കിൽ കൂർലോസിന് 2 അക്കൗണ്ടുകൾ ഉണ്ടെന്നും ഇതിലൂടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നുവെന്നും തട്ടിപ്പ് സംഘം വിശ്വസിപ്പിച്ചു. തുടർന്ന് ഡിജിറ്റൽ അറസ്റ്റും രേഖപ്പെടുത്തി. ക്യാമറ ഓൺ ചെയ്ത് ഞാൻ വെക്കണം, അവരുടെ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യൽ തുടരും. ഒരു 2 മണിക്കൂറോളം
CBI ശൈലിയിലുള്ള ചോദ്യം ചെയ്യലാണ്. എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ ഒക്കെ ചോദിച്ചിറങ്ങി. 10:30 ആയപ്പോഴത്തേക്ക് ഉറങ്ങാൻ അനുവദിച്ചു. അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിലും ക്യാമറ അവരെ ഫേസ് ചെയ്ത് കാണിച്ചൊക്കെയാണ് പോകേണ്ടത്. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ പെടുത്തിയതായിരിക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. 2.5 ദിവസമാണ് മാർ കൂർലോസ് വീട്ടിൽ ഡിജിറ്റൽ അറസ്റ്റിലായത്. ബാത്റൂമിൽ പോകാനോ മറ്റാരുമായി ബന്ധപ്പെടാനോ അനുവദിച്ചില്ല. തന്റെ നിരപരാധിത്വം കൂർലോസ് അറിയിച്ചുവെങ്കിലും അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ലെന്നും ഓൺലൈൻ കോടതിയിൽ ഹാജരാക്കണമെന്നും അറിയിച്ചു. 2.5 ദിവസമാണ് കൂർലോസിന്റെ വീട്ടിൽ തട്ടിപ്പു സംഘത്തിന് നിരീക്ഷണം നടന്നത്. ഈ സമയം സംഘം അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചു. ഒന്ന്, ഞാൻ പരാതി കൊടുത്തത് എനിക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല എന്ന് കാണിക്കാനാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാണക്കേടോ ഒക്കെ പ്രതീക്ഷിച്ച് നമുക്ക് മിണ്ടാതിരിക്കാം. പലരും അങ്ങനെ ചെയ്യാറുണ്ട്, മാനഹാനിയൊക്കെ ഭയന്നിട്ട്. പക്ഷേ എന്നെ പോലുള്ള ഒരാൾക്ക്, ഇത്രയും ഒക്കെ വിദ്യാഭ്യാസവും ലോകപരിചയമുള്ള ഒരാൾക്ക് പോലും ഇതുപോലൊരു വലിയ തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നത് മറ്റുള്ളവരറിയട്ടെ. വ്യാജ ഓൺലൈൻ കോടതിയിൽ ഹാജരാക്കിയ കൂർലോസിനെ കേസിൽ നിന്നും ഒഴിവാക്കാനായി കോടതിയുടെ നിരീക്ഷണമുള്ള ബാങ്കിലേക്ക് 15 ലക്ഷം അയച്ചു തരാൻ ആവശ്യപ്പെട്ടു. ഇതിന് പ്രകാരം പണം അയക്കുകയും ചെയ്തു. തുടർന്ന് വീണ്ടും സംഘം പണം ആവശ്യപ്പെട്ടപ്പോഴാണ് തട്ടിപ്പാണെന്ന് കൂർലോസ് തിരിച്ചറിയുന്നത്. തുടർന്ന് കീഴ്വായൂർ പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളുടെ പ്രൊഫൈലുകളും അക്കൗണ്ടുകളും വ്യാജമെന്ന് കണ്ടെത്തി. സംഘം സമാനമായ രീതിയിൽ നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ചരൽ ഫൈസലിനെതിരെ ഗുണ്ടാ നേതാവ് ഔറംഗസേബ്. രാമനാട്ടുകര വാഹനാപകട കേസിലെ വെളിപ്പെടുത്തലിന് പിന്നിൽ ദുരൂഹതയെന്ന് ഔറംഗസേബ് ന്യൂസ് 18നോട് പറഞ്ഞു. രാമനാട്ടുകര വാഹനാപകട കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമം നടത്തിയിട്ടില്ല. സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്ന് പണം തട്ടാനാണ് ചരൽ ഫൈസൽ പുതിയ ആരോപണം ഉന്നയിക്കുന്നത്. രാമനാട്ടുകര വാഹനാപകട കേസുകളുമായി ചരൽ ഫൈസലിന് ബന്ധമില്ല. സ്വർണ്ണക്കടത്ത് സംഘത്തിന് എസ്കോർട്ട് പോകാൻ കൊട്ടേഷൻ ഏറ്റെടുത്ത് മരിച്ച താഹിർ ഷായാണ്. ആരാണ് കൊട്ടേഷൻ നൽകിയതെന്ന് താഹിർ ഷായ്ക്ക് മാത്രമേ അറിയൂ. ചരൽ ഫൈസൽ ഉന്നയിക്കുന്ന അവകാശവാദങ്ങളും ആരോപണങ്ങളും വെറും കെട്ടുകഥയെന്നും ഔറംഗസീബ് പറഞ്ഞു. പോയതായിട്ടാണ് എനിക്ക് അറിവുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപകടം കഴിഞ്ഞതിന് ശേഷം ചരൽ ഫൈസൽ എന്ന് പറഞ്ഞാൽ ഫൈസൽ അന്ന് തന്നെ വിളിച്ചായിരുന്നു. ഇങ്ങനെ അപകടം ഉണ്ടായിട്ട് ഒരു വണ്ടി അപകടം ഉണ്ടായെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോയി ജസ്റ്റ് ഒന്ന് നീ എവിടെ ഉള്ളതെന്ന് വെച്ചപ്പോൾ ഞാൻ സ്പോട്ടിലുണ്ട്, അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ പോയി നോക്ക് എന്താ സംഭവിച്ചാൽ ആർക്കെന്താ സംഭവിക്കണമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ന്യൂസിൽ ഞാൻ കണ്ടത് നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഇതിൽ മരണപ്പെട്ടെന്നുള്ളത് അറിയണത്. അതിനുശേഷം പിന്നീട് കാണുന്നത് പിന്നെ ഇത് ദുരൂഹതകൾ കുറെ ഇതിൽ പറഞ്ഞു വന്ന് പിന്നീട് ഇപ്പൊ അവൻ ഇതിലേക്ക് വന്നേക്കണത് ഈ ഇതിൽ നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊട്ടേഷന്റെ ഇതിൽ അവന് ഗോൾഡ് വരുന്നുണ്ടെങ്കിൽ ഇത് അവിടം വരെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് വരെ എത്തണ വരെ നമുക്ക് അവർക്കൊന്നും സംഭവിക്കാണ്ടിരിക്കാനും ഗോൾഡ് കറക്റ്റായിട്ട് എത്താനും വേണ്ടിയിട്ട് എസ്കോർട്ട് പോകാൻ 100% ഇത് പണത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇപ്പോഴത്തെ വന്നിട്ട് ഇങ്ങനെ ന്യൂസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ കേസ് അന്വേഷിച്ചത് മലപ്പുറം സുജിത് സാറ് അതൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ അന്നത് കറക്റ്റായിട്ട് അന്വേഷിച്ച് കറക്റ്റ് കാര്യങ്ങൾ എല്ലാവരും പിടിച്ച് അതിന്റെ പുറകിലുള്ളവരൊക്കെ പിടിച്ചതാണ് നമ്മുടെ അത്ര സ്കോഡുകാരും ഒക്കെ അന്വേഷിച്ചതാണ് മലപ്പുറത്ത്. ശരിക്കും ചരൽ ഫൈസലിന് ചരലിന് പേരിട്ടത് തന്നെ മലപ്പുറത്തെ സ്കോഡുകാരാണ്. കാര്യം സ്ഥലത്തിന്റെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പേരിട്ടത്. ഇപ്പൊ അവരുടെയൊക്കെ പേര് ഇതിൽ വലിച്ചിടാനും കാരണങ്ങളും അതിന്റെ പുറകിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ടെന്ന് നമുക്കറിയില്ല. ഒരിക്കലും പോലീസ് സഹായിക്കാറില്ല. പോലീസ് ഇതുവരെ നമ്മുടെ ഒരു ആളാലും സഹായിച്ചിട്ടില്ല. മനസ്സിനെ ഞങ്ങൾ ഗ്രൂപ്പിലുള്ളതാണ്. അതിനുമ്പ് പല ടീമിലും ഞാൻ ഇതായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ പോലീസുകാർ നമ്മളെ സഹായിച്ചിട്ടില്ല. ഈ ഒരുപാട് സ്കോഡ് അന്വേഷിച്ച കേസാണിത്. പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് ഇപ്പൊ ചുമ്മാ ഒരു കൊലപാതകം എന്നൊക്കെ അവൻ അതിൽ പറയുന്നുണ്ട്. വണ്ടി മറിഞ്ഞു പോയി ഇടിച്ച് 5 പേര് മരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മരിച്ചു പോയി ഇടിച്ച് അല്ലെങ്കിൽ അത് കൊലപാതകം ഈ പണ്ട് തെളിഞ്ഞേനെ. ഇത്രയും ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുമ്പോൾ എന്തായാലും അതൊരു ഫേക്കായിട്ട് വരവില്ല. അങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് കാരണങ്ങളൊക്കെ ഇത്രയും അന്വേഷണം നടന്ന സംഭവമാണത്. ഇപ്പൊ അത് ഫേക്ക് ആണെന്നുള്ള അത് കൊലപാതകമാണോ സംശയം, അതിന്റെ പുറകിൽ അമാന ഗ്രൂപ്പ് ആണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും കളികളില്ലാണ്ടിരിക്കില്ല. ഈ ഒരു ടീം വരുമെന്ന് അറിഞ്ഞിട്ടാണ് ഇവർ അതിന്റെ പുറകെ പോയത്. ഇവര് എല്ലാവരും പ്ലാൻ ഇട്ടിട്ട് പോയതാണത്. പ്ലാൻ ഇട്ടാണ് ഇതിന്റെ പുറകെ പോയത്. ആ സമയത്താണ് വണ്ടി സ്കിഡായിട്ട് പോയിട്ട് മറിഞ്ഞ് ഇടിച്ചെന്നാ പറഞ്ഞത്. ഇടിച്ചാണ് 5 പേര് സ്പോട്ടിൽ മരിച്ചേക്കണത്. സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും നടത്തിയിട്ടുണ്ടെന്ന് ഔറംഗസേബ് പറഞ്ഞു. പെരുമ്പാവൂർ അനസിനൊപ്പം ചേർന്ന് നിരവധി സ്വർണം പൊട്ടിക്കൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വർണം പൊട്ടിക്കൽ കേസുകളിൽ പോലീസിന്റെ സഹായം ലഭിക്കാറില്ലെന്നും ഔറംഗസേബ് പറഞ്ഞു. പൊട്ടിക്കൽ നല്ല എസ്കോർട്ട് പോയിട്ടുണ്ട്. പൊട്ടിക്കലൊന്നും ഞാൻ പോയിട്ടില്ല. എസ്കോർട്ടിനായിട്ട് പോയിട്ടുള്ളൂ.
കേസ് പ്രതിയായിട്ടുണ്ടോ? അല്ല, ഗോൾഡ് അങ്ങനെ കേസുകളാണ് പ്രതിയാവാനുള്ള കാര്യം ആരും അറിയാനുള്ള നടക്കുന്നത്. ഇതിപ്പോ ഒരു അപകടം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ കാര്യം വെളിയിൽ വന്നു, അല്ലെങ്കിൽ അത് ആരും അറിയില്ലല്ലോ. അപകടം മരണപ്പെട്ടുകൊണ്ടാണ് വെളിയിൽ വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പോലീസ് കറക്റ്റായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. കാര്യം ഇപ്പൊ ഇതിന്റെ പുറകിൽ കളിക്കാൻ കാരണം പല രാഷ്ട്രീയ ബന്ധങ്ങളാണെങ്കിലും പല ബന്ധങ്ങളും ഇതിന്റെ പുറകിലുണ്ട്. കറക്റ്റായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതറിയാൻ പറ്റും. കാര്യം ചാനൽ ഫൈസലും ഇതിപ്പോ ഈ രംഗത്ത് ഇതിന് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തായാലും ഒരു ഗൂഢശക്തി ശരിക്കായിട്ട് ഉണ്ടാവും. അതിന്റെ പുറകിൽ വലിയൊരു കൈയുണ്ട്. അതൊന്ന് കറക്റ്റ് അറിഞ്ഞ് വരാനാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ ഒരു ഗൂഢാലോചന തന്നെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യക്തിപരമായിട്ടും അല്ലാണ്ടും. കാര്യം ഫണ്ടിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ട് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ റിയാസ് എന്നൊക്കെ പറഞ്ഞ ഫണ്ടിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കണം വെളിയെന്നാണ് റിയാസ്. മുമ്പിൽ എടുത്തിട്ട് ബാക്കി കിടന്ന് ഇവർ കളിച്ചിട്ട് ഇനി അതിന്റെ പുറകെ റിയാസിന്റെ പുറകെ ആരൊക്കെ ഉണ്ടെന്ന് എന്തായാലും കണ്ടുപിടിക്കട്ടെ എന്നാണ്. സാഹിത്യകാരൻ MTയുടെ വീട്ടിലുണ്ടായ മോഷണത്തിൽ 2 പേർ പിടിയിൽ. വീട്ടിലെ പാചകക്കാരിയായ ശാന്ത, ഇവരുടെ ബന്ധു പ്രകാശൻ എന്നിവരെയാണ് നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 5 വർഷമായി MTയുടെ വീട്ടിലെ പാചകക്കാരിയാണ് ശാന്ത. തവണകളായി ശാന്ത സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ സഹായിച്ചിരുന്നത് പ്രകാശനാണെന്ന് പോലീസ് പറയുന്നു. ഇന്ന് രാവിലെയാണ് 2 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചതായി അറിയിച്ചു. MTയുടെ കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ വീട്ടിലാണ് മോഷണം നടന്നത്. സെപ്റ്റംബർ 29-നും 30-നും ഇടയിൽ ആണ് മോഷണമുണ്ടായത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 26 പവൻ സ്വർണമാണ് നഷ്ടപ്പെട്ടത്. തൃശൂരിലെ ATM കവർച്ച പ്രതികളെ ATM സെന്ററിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഷൊർണൂർ റോഡിലെ SBI ATMൽ എത്തിച്ചാണ് തെളിവെടുത്തത്. മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പ്രതികളെയാണ് സ്ഥലത്തെത്തിച്ചത്. മോഷ്ടിക്കാൻ ഉപയോഗിച്ച ഗ്യാസ് കട്ടർ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ താണിക്കുടം പുഴയിൽ നിന്ന് കണ്ടെടുത്തു. ഡാനി പോളിന്റെ റിപ്പോർട്ട്. ശബരിമലയിൽ ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കിയ സർക്കാർ തീരുമാനം പ്രതിഷേധങ്ങൾക്ക് കാരണമാകും. ഓൺലൈൻ ബുക്ക് ചെയ്യാതെ എത്തുന്നവരെ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ അപ്പോൾ പരിശോധിക്കാമെന്നതാണ് മന്ത്രിയുടെ മറുപടി. പമ്പയിൽ പാർക്കിംഗ് സൗകര്യം ഇത്തവണയും ഒഴിവാക്കി. നിലയ്ക്കലിൽ കൂടുതൽ സൗകര്യം ഒരുക്കുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ശബരിമലയെ സംബന്ധിച്ച് വിവാദമായ ഒരു തീരുമാനം, ആകാൻ സാധ്യതയുള്ള ഒരു തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതാക്കുക, 80,000 പേരിലേക്ക് ഈ ഒരു ഈ ഓൺലൈൻ ബുക്കിംഗ് ചുരുക്കുകയും ചെയ്യുക. അതായത് സർക്കാരിന് കാര്യമായ കൂടുതൽ നിയന്ത്രണങ്ങളൊന്നും പിന്നീട് ഏർപ്പെടുത്താതെ നേരത്തെ തന്നെ തീരുമാനിച്ച രീതിയിൽ ബുക്ക് ചെയ്യുന്നവർക്കുള്ള സൗകര്യങ്ങൾ നൽകുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നമുക്കറിയാം, 1 ലക്ഷത്തിൽ പരം ആളുകൾ പോലും പല തീർത്ഥാടന കാലത്തും മുൻകാലങ്ങളിലൊക്കെ വന്നു പോയിട്ടുള്ളതാണ്. അവിടെയാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പമ്പയിലടക്കം പാർക്കിംഗ് സൗകര്യം കൂടി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നേരത്തെ നടത്തിയിട്ടുള്ളതാണ്. അവിടെയാണ് 80,000 എന്ന കണക്കിലേക്ക് സംസ്ഥാന സർക്കാർ അത് ചുരുക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമായി വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഇത് വിശദീകരിച്ച ദേവസ്വം മന്ത്രി VN വാസവൻ ഈ പല തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അടക്കം ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓൺലൈൻ ബുക്കിങ്ങിനെ കുറിച്ച് പോലും അറിയാത്ത സാധാരണക്കാരായ നിരവധി ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. അവരൊക്കെ ഈ പോലീസ് തന്നെയാണ് അവരെ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളിലൊക്കെ എത്തിച്ച് ബുക്കിംഗ് നടത്തിയ ശേഷം സാധാരണഗതിയിൽ കയറ്റിവിടാറുള്ളത്. അത്തരക്കാരുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്ന് നോക്കുമ്പോൾ അത് ആ സമയത്ത് പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും ഒരു ദിവസം 80,000 പേരെ മാത്രമേ കടത്തിവിടൂ എന്ന കർശന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ അടക്കം വാക്കുകളിൽ ഉള്ളത്. സ്വാഭാവികമായും ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ആരെങ്കിലും ഇത് സ്പോട്ട് ബുക്കിംഗ്, ഈ ഓൺലൈൻ ബുക്കിംഗ് നിർബന്ധം ആയി നടപ്പാക്കുമ്പോൾ അല്ലാതെ എത്തുന്നവർ പല തർക്കങ്ങളിലേക്കും കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും പമ്പയിലടക്കം പാർക്കിംഗ് ഉണ്ടാകില്ല എന്ന സൂചനകൾ തന്നെ മന്ത്രി നൽകുന്നു. പ്രത്യേകിച്ച് 8,500 പേരുടെ പാർക്കിംഗ് നിലയ്ക്കലിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ പാർക്കിംഗ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമമാണ്. അതാണ് വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ശബരിമല തീർത്ഥാടനം എങ്ങനെയാകുമെന്ന കാര്യത്തിൽ ഫലത്തിൽ പല തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തീരുമാനത്തിൽ നിന്നും മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും വായിച്ചെടുക്കാൻ. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് നിർത്തിയ സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത്. ശബരിമലയിലെ തീർത്ഥാടകരുടെ എണ്ണം വെർച്വൽ ബുക്കിംഗ് വഴി 80,000 നിജപ്പെടുത്താൻ എടുത്ത സർക്കാർ നടപടി തെറ്റാണ് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ പറഞ്ഞു. മതാനുഷ്ഠാനം ഒരു ഭക്തന്റെ ഭരണഘടന അനുശാസിക്കുന്ന അവകാശം കൂടിയാണ്. തീരുമാനം പിൻവലിക്കാൻ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും തയ്യാറായില്ല എങ്കിൽ അയ്യപ്പ ഭക്തന്മാരെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 48ാമത് വയലാർ അവാർഡാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കോളേജ് പരിപാടിക്കിടെ അപമാനിച്ച സംഭവത്തിൽ പ്രതികരണവുമായി നടനും സംവിധായകനുമായ ബിബിൻ ജോർജ് വിളിച്ചുവരുത്തി നാണം കെടുത്തിയെന്ന് ബിബിൻ ജോർജ് പറഞ്ഞു. തന്നെ മാറ്റി നിർത്തി പറയുന്നതായിരുന്നു മര്യാദയെന്നും അത് പ്രിൻസിപ്പൽ ചെയ്തില്ലെന്നും ബിബിൻ ജോർജ് പറഞ്ഞു. ഗുമസ്തൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി MES KVM കോളേജിലെത്തിയപ്പോഴാണ് സംഭവം. മാഗസിൻ പ്രകാശനത്തിന് ശേഷം പ്രസംഗിക്കാനൊരുങ്ങിയ ബിബിനോട് പ്രസംഗിക്കേണ്ട എന്ന് പ്രിൻസിപ്പൽ ആവശ്യപ്പെടുകയായിരുന്നു. ചേട്ടാ, എന്നെ ഒരു മാഗസീൻ പ്രകാശനത്തിന് വേണ്ടി വിളിച്ചാണ്. അപ്പൊ നമ്മുടെ പടത്തിന്റെ പ്രൊമോഷനും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അവര് ഓക്കെ പറഞ്ഞു. യൂണിയനാണ് പറഞ്ഞത്. അവരെല്ലാരും സമ്മതിച്ചു. കോളേജിൽ ചെന്നപ്പോ നമ്മുടെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ കയറി മുകളിലേക്ക് ചെന്നു. നമ്മൾ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അന്നൊരു അപ്പൊ ഞാൻ ഈ ഹാളിലൊക്കെ ഇങ്ങനെ ലൈറ്റ് അധികമൊന്നുമില്ല, ഒരു ഇരുട്ട് പോലത്തെ ഇരുന്നേറ്റ്. സ്റ്റേജിലും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ഞാൻ കയറി കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഗുമസ്തന്റെ ടീമുകളെയും അധ്യാപകരും അവരൊക്കെ ചേർന്ന് വിളിച്ച് സ്റ്റേജിൽ ഇരുത്തി നമ്മൾ തുടങ്ങി. ഞാനിങ്ങനെ തുടങ്ങി. അപ്പൊ പിള്ളേരോട് ചോദിച്ചു, ഇങ്ങനെ മാക്സിമം പ്രശ്നം എന്നാണ്, വളരെ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ. അതിനുശേഷം ഇങ്ങനെ ഞാനൊരു പടത്തിന്റെ പ്രൊമോഷൻ കൂടിയാണ് വന്നതെന്ന് പറയുമ്പോൾ ഒരു പേര് ഗുമസ്ത എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും സംസാരിക്കാനൊക്കെ ഉണ്ട്, നമുക്ക് പ്രകാശനം ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അദ്ദേഹം കയറി വന്നിട്ട് ഇങ്ങനെ എന്നോട് പറയായിരുന്നു, അതായത് പ്രകാശനം ചെയ്യണമെങ്കിൽ അത് ചെയ്യാതെ അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാൻ വേണ്ട, പറയാൻ വേണ്ട എന്ന് പറഞ്ഞ. അപ്പൊ ഇവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടല്ലേ ഒന്നെന്നുള്ള രീതിയിൽ അപ്പൊ ഇത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഹരി ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഹരി, എന്താണ് ഈ സംഭവം? ഇതൊരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടി മാത്രമായിരുന്നില്ല, മാഗസിൻ പ്രകാശനം കൂടിയായിരുന്നു. എവിടെയാണ് പ്രിൻസിപ്പൽ ഉടക്കിയത്? രഞ്ജിത്ത്, വളാഞ്ചേരി MES KVM കോളേജിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. പ്രധാനമായും ഈ സിനിമാ പ്രവർത്തകരെ തന്നെ ഈ കോളേജ് യൂണിയനിലെ വിദ്യാർത്ഥികൾ വിളിക്കുകയായിരുന്നു. അപ്പോൾ ബിബിൻ ജോർജ് ആവശ്യപ്പെടുന്നത് മാഗസിൻ പ്രകാശനം ചെയ്യാം, അതോടൊപ്പം തന്നെ തന്റെ സിനിമയായ ഗുമസ്തന്റെ പ്രൊമോഷനും കൂടി നടത്തണമെന്നായിരുന്നു. അത് ഈ യൂണിയൻ സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ഈ യൂണിയൻ വിളിച്ചിട്ടാണ് ഈ ഗുമസ്തൻ ടീമിന്റെ ആളുകളൊക്കെ തന്നെ ആ കോളേജിലേക്ക് ചെല്ലുന്നത്. അതിൽ പ്രധാനമായും ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങ് 3ാം നിലയിലാണ്. അപ്പം നമുക്കറിയാം ബിബിൻ ജോർജിന്റെ കാല് വയ്യാത്തതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ 3 നിലയും കയറിയതിനു ശേഷമാണ് അപമാനിതനായതെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രിൻസിപ്പൽ ഉടക്കുന്നതിന് തന്നെ പ്രധാനപ്പെട്ട കാരണം പ്രിൻസിപ്പളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രൊമോഷൻ പരിപാടി നടക്കുന്നതായിട്ട് അറിയില്ല. മാഗസിൻ പ്രകാശനം മാത്രമാണ് ഉദ്ദേശിച്ചതെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് മാത്രം നടത്തിയാൽ മതി, അതിനുശേഷം ഇറങ്ങണമെന്ന് പ്രിൻസിപ്പൽ ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ ബിബിൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ ഇത് തന്നെ നാണം കെടുത്തുന്നതിന് തുല്യമാണെന്നാണ് ബിബിൻ പറയുന്നത്. കാരണം അത്രയും വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ചാണ് പ്രിൻസിപ്പൽ തന്നോടും തന്റെ കൂടെ വന്ന ആളുകളോടും അത്രയും മോശമായി പെരുമാറിയതെന്നും ബിബിൻ പറയുന്നു. അതുമാത്രമല്ല, ജെയ്സ് ജോസ്, ഷൈജു ശ്രീധർ തുടങ്ങിയ താരങ്ങളും വേദിയിൽ പങ്കിട്ടിരുന്നു. അവരെല്ലാവരും അപമാനിതരായി എന്നാണ് ബിബിൻ പറയുന്നത്. അതിനുശേഷം താൻ വേദി വിട്ടിറങ്ങിയതിനു ശേഷവും വിദ്യാർത്ഥികൾ വീണ്ടും പുറകെ ചെന്ന് വിളിച്ചെങ്കിൽ പോലും 3ാം നിലയിലായതുകൊണ്ട് തനിക്ക് കയറാൻ പ്രയാസമാണെന്ന് ബിബിൻ പറയുകയായിരുന്നു. ഇതാണ് പ്രധാനമായും സംഭവിച്ചത്. പക്ഷേ ഈ വിഷയത്തിൽ തനിക്ക് ആളി കത്താനോ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനോ ഒന്നും തന്നെ, അതുമായി ബന്ധപ്പെട്ട് സിനിമയുടെ പ്രൊമോഷന് തുടരാനൊന്നും താല്പര്യമില്ല എന്നും ബിബിൻ വ്യക്തമാക്കുകയാണ്. ശരി, ഹരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7080, ചൂസ് യുവർ സ്പെഷ്യൽ. പവന് 56,640. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5885, പവന് 47,080. വെള്ളി ഗ്രാമിന് 99, കിലോയ്ക്ക് 99,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.